വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും നാമത്തിൽ ആമേൻ. യേഹു പ്രവാചകൻ വഴി ബാഷായ്ക്കെതിരെ കർത്താവ് അരുളി ചെയ്തതുപോലെ അവൻ്റെ വംശത്തെ മുഴുവൻ ബാഷായുടെ തേർപ്പട നായകനായ സിമ്രി നശിപ്പിച്ചു. അവൻ അധികാരമേറ്റെങ്കിലും അവൻ 7 ദിവസം മാത്രമേ ഭരിച്ചുള്ളൂ. കാരണം ഇസ്രായേൽ സൈന്യം ഫിലിസ്ത്യ നഗരമായ ഗിബത്തോണിനെതിരെ പാളയമടിച്ചിരിക്കുകയായിരുന്നു. അവർ സേനാനായകനായ ഓമ്രിയെ രാജാവാക്കി. ഓമ്രിയും ഇസ്രായേൽ ജനവും ഗിബത്തോണിൽ കടന്ന് പുറപ്പെട്ട് തിർസ വളഞ്ഞു. പട്ടണം പിടിക്കപ്പെട്ടെന്ന് കണ്ടപ്പോൾ സിമ്രി കൊട്ടാരത്തിൻ്റെ ഉള്ളറയിൽ കടന്ന് കൊട്ടാരത്തിന് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു. ഓമ്രി 12 വർഷം ഇസ്രായേൽ ഭരിച്ചു. അവൻ കോട്ട കെട്ടി പട്ടണം നിർമ്മിച്ചു. അതിന് സമറിയ എന്ന് പേരിട്ടു. അവനും ജെറോബോമാവിൻ്റെ മാർഗം പിന്തുടരുകയും ഇസ്രായേൽ ജനത്തെ വിഗ്രഹാരാധന വഴി പാപം ചെയ്യിച്ച് ദൈവമായ കർത്താവിനെ പ്രകോപിപ്പിക്കുകയും ചെയ്തു. ഓമ്രിയുടെ മരണശേഷം മകൻ ആഹാബ് ഭരണമേറ്റു. ആഹാബ് തൻ്റെ മുൻഗാമികളിലേക്കാൾ അധികം കർത്താവിൻ്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചു. അവൻ സീദോൻ രാജാവായ യത്ബാലിൻ്റെ മകൾ ജസബലിനെ വിവാഹം ചെയ്യുകയും ബാൽ ക്ഷേത്രത്തിൽ ബാലിന് ഒരു ബലിപീഠം സ്ഥാപിക്കുകയും ചെയ്തു. അവൻ അവിടെ ഒരു അക്ഷേര പ്രതിഷ്ഠയുമുണ്ടാക്കി. ജെറീക്കോ പട്ടണത്തിൻ്റെ പതനത്തെക്കുറിച്ച് ജോഷുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ നാം പഠിച്ചതാണ്. ജോഷുവ അന്ന് അവരോട് ശപഥം ചെയ്തു പറഞ്ഞു, ജെറീക്കോ പുതുക്കിപ്പണിയാൻ തുനിയുന്നവൻ ശബ്ദൻ, അതിൻ്റെ അടിസ്ഥാനമിടാൻ ഒരുമ്പിടുന്നവന് അവൻ്റെ മൂത്ത മകനും കവാടങ്ങൾ നിർമ്മിക്കാൻ പരിശ്രമിക്കുന്നവന് അവൻ്റെ ഇളയ മകനും നഷ്ടപ്പെടും. ജോഷുവ 6-ാം അധ്യായം 26-ാം തിരുവചനം. ആഹാബിൻ്റെ ഭരണകാലത്ത് ബഥേൽക്കാരനായ ഹിയേൽ ജെറീക്കോ പുതുക്കിപ്പണിയാൻ തുടങ്ങി. നൂനിൻ്റെ മകൻ ജോഷുവ വഴി കർത്താവ് അരുളി ചെയ്തതുപോലെ നഗരത്തിൻ്റെ അടിസ്ഥാനമിട്ടപ്പോൾ അവന് മൂത്ത മകൻ അബിറാമും കവാടം നിർമ്മിച്ചപ്പോൾ ഇളയ മകൻ സെഹൂബും നഷ്ടപ്പെട്ടു. 1 രാജാക്കന്മാർ 16-ാം അധ്യായം 34-ാം തിരുവചനം. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും നൽകി തീഷ്ണതയിൽ